ഹലോ ഓൾ, ലിറ്റ്യൂർ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് ഇംഗ്ലീഷ് സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സേയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടി.എസ്. എലിയറ്റിൻ്റെ ട്രഡീഷൻ ആൻഡ് ദി ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്നാണ് എസ്സേയുടെ പേര്. വളരെ ഫേമസ് ആയിട്ടുള്ള, ഞങ്ങളിൽ പലരും PG ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവുന്ന എസ്സേയാണ്. പക്ഷേ ഒരുപാടേറെ ക്വസ്റ്റ്യൻസ് ഈ എസ്സേയിൽ നിന്ന് സെറ്റ് എക്സാമിൽ വരാറുണ്ട്. ഈ എസ്സേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങളുണ്ട് ഈ എസ്സേ ഡിസ്കസ് ചെയ്യുന്ന. ആ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും കാണാം. അപ്പോൾ ഈ എസ്സേ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ, ഈ എസ്സേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, ലിറ്റ്യൂർ അക്കാദമിയുടെ അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റെഗുലർ ബാച്ചിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് സെറ്റ് എക്സാമിനുള്ളത്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് കൃത്യമായൊരു ചിട്ടയോടുകൂടി പഠിക്കുകയാണെങ്കിൽ ക്വാളിഫൈ ചെയ്യാനുള്ള സമയം ഉണ്ട്. അപ്പോൾ ലിറ്റ്യൂർ അക്കാദമിയുടെ ഗൈഡ്ഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. ടി.എസ്. എലിയറ്റിൻ്റെ ലിറ്റററി വർക്ക്സ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡ്രാമാസ് എഴുതിയിട്ടുള്ള ആളാണ്. സോഷ്യൽ ഡ്രാമാസ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പോയട്രിയിൽ അദ്ദേഹം തൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനൊറ്റ ഉദാഹരണം മതി. നമുക്കെല്ലാം അറിയുന്ന വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന പോയം. മോഡേണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് പോയം ആയിട്ട് നമ്മൾ പഠിക്കുന്ന, വളരെ ലെങ്തി ആയിട്ടുള്ള, എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലെ സംഘർഷാവസ്ഥയും അസ്ഥിരതയും പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയും ഒക്കെ ഏറ്റവും മനോഹരമായിട്ട് ഒപ്പിയെടുത്ത ഒരു കവിതയാണ്. അപ്പോൾ കവിതകളുണ്ട്, നാടകങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ലിറ്റററി ക്രിറ്റിസിസത്തിലും വളരെയേറെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ ആളാണ്. ഹി കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് ടു ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എസ്സേസിൽപ്പെട്ടതാണ് ട്രഡീഷൻ ആൻഡ് ദി ഇൻഡിവിജ്വൽ ടാലൻറ്റ്, ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്, മെറ്റഫിസിക്കൽ പോയിറ്റ്സ്. ഈ ടെക്സ്റ്റിലൂടെയൊക്കെ ലിറ്റററി ക്രിറ്റിസിസത്തിന് പുതിയ ദിശാബോധം അദ്ദേഹം പകർന്നു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തിയററ്റിക്കൽ കോൺസെപ്റ്റ്സ് ഈ എസ്സേസിലൊക്കെ കാണാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എസ്സേയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ എസ്സേ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു എസ്സേ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം, അതിന് ഉതകുന്ന സാഹചര്യമൊക്കെ ആവശ്യമുണ്ട്. ഒരു ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്ന പോലെ ഈ വീഡിയോയിലൂടെ ഈ എസ്സേ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ആ രീതിയിൽ ആവശ്യവുമില്ല. കാരണം സെറ്റ് എക്സാമിന് MCQ രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എസ്സേയിലേക്ക് വരാം. ഇപ്പോൾ എസ്സേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ദിസ് ഈസ് എ മോഡേണിസ്റ്റ് എസ്സേ ഓൺ പോയട്രി, ട്രഡീഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇപ്പോൾ പോയട്രി, ട്രഡീഷൻ, ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ ലിറ്ററേച്ചർ, ട്രഡീഷൻ, ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ, അതായത് ഈ 3 കാര്യങ്ങളിൽ ആദ്യത്തേത് മാറ്റി നിർത്തിയാൽ ട്രഡീഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ഈ 2 കാര്യമാണ് ഈ എസ്സേയുടെ ഫോക്കസ്. Eliot argues that a poet's work should not be viewed in isolation, but in relation to the literary tradition of the past.
a work of literature should not be viewed in isolation, but it should be viewed in the context of all the literature before it. It should be viewed in comparison to the tradition of literature of the past. അപ്പം എന്താണ് ഒരു ലിറ്ററേച്ചർ, ഒരു വർക്ക് ഓഫ് ലിറ്ററേച്ചർ, ഒരു പോയം, ഒരു നോവൽ, അതിന് നമ്മൾ കാണുമ്പോൾ, അതിനെ പഠിക്കുമ്പോൾ അത് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു വർക്കായിട്ടല്ല കാണേണ്ടത്, മറിച്ച് അതൊരു തുടർച്ചയായിട്ടാണ് കാണേണ്ടത്. എന്തിൻ്റെ തുടർച്ചയാണ്? അതിന് മുന്നേ വന്നിട്ടുള്ള ഒരുപാട് സാഹിത്യ കൃതികളുടെ, സാഹിത്യ ശാഖകളുടെ, സാഹിത്യ രീതികളുടെ ഒക്കെ തുടർച്ചയായിട്ടാണ് ആ വർക്കിനെ കാണേണ്ടത്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സെൻറ്റൻസ്. ട്രഡീഷൻ ഈസ് നോട്ട് മിയർലി ഇമിറ്റേഷൻ, ഇറ്റ് ഈസ് എ കോൺഷ്യസ് അവെയർനെസ് ഓഫ് ഏർലിയർ റൈറ്റേഴ്സ് ആൻഡ് ടെക്സ്റ്റ്. The great poet possesses a historical sense, the ability to see the past and present together. അപ്പോൾ അവിടെ ഡബിൾ ഇൻവേർട്ടഡ് കോമാസിൽ ഒരു ഫ്രേസ് കാണാം, ഹിസ്റ്റോറിക്കൽ സെൻസ്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓഫ് ദിസ് എസ്സേ, ദിസ് ഹിസ്റ്റോറിക്കൽ സെൻസ്. അപ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ സെൻസ്? ദ അവെയർനെസ് of history, the awareness that the writer is part of a literary tradition, the ability to see the past and present together. അപ്പോൾ ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന് പറഞ്ഞാൽ താൻ എഴുതുന്ന പുസ്തകം ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, സാഹിത്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന്, ആ ചരിത്രം തൻ്റെ വർക്കിൽ ഒരു സാന്നിധ്യമാവുന്നുണ്ട് എന്നും താൻ തൻ്റെ വർക്കിലൂടെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ് എന്നുമുള്ള ബോധം, അതാണ് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ സെൻസ് ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ടി.എസ്. എലിയറ്റ് ഉദ്ദേശിക്കുന്നത് ഒരു പോയറ്റ് ഒരു വർക്ക് എഴുതുന്ന സമയത്ത് അത് ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ കാര്യം പറയണം എന്നോ, അല്ലെങ്കിൽ ഇതുവരെയുള്ള സാഹിത്യ ചരിത്രത്തിനെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു പുതിയ ചരിത്രം തുടങ്ങണമോ എന്നോ എന്ന രീതിയിലായിരിക്കരുത് ഏതൊരു രചയിതാവും ഒരു രചനയെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. അത് രചയിതാവിനും ആ ഹിസ്റ്റോറിക്കൽ സെൻസ് ഉണ്ടാവണം, ക്രിട്ടീക്കിനും ഒരു റീഡർക്കും നമ്മളൊരു കവിതയെ, കഥയെ പഠിക്കുമ്പോൾ നമുക്കും ആ ഹിസ്റ്റോറിക്കൽ സെൻസ് ഉണ്ടാവണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദ റൈറ്റർ ആൻഡ് ദ റീഡർ alike should respect the tradition. ഇപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യലല്ല, ചരിത്രത്തിൻ്റെ ഭാഗമാവണം അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി കാണണം എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ എവിടെയൊക്കെ കോപ്പി അടിച്ചിട്ടുണ്ട് എന്ന് അന്വേഷിക്കലല്ല. ഇറ്റ് ഈസ് നോട്ട് ഇമിറ്റേഷൻ, ഇറ്റ് ഈസ് എൻ അവെയർനെസ് ഓഫ് ഏർലിയർ റൈറ്റേഴ്സ് ആൻഡ് ടെക്സ്റ്റ്. It is an awareness of the contribution that the earlier writers unintentionally make in your text. But the traces of the history, the imprints of the literary works that came before will definitely be there in a particular work. ഇപ്പോൾ ഒരു പുതിയ വർക്കിൽ വരുമ്പോൾ, ഒരു പുതിയ വർക്കിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിലെപ്പോഴും അതിന് മുന്നേ വന്നിട്ടുള്ള സാഹിത്യകൃതികളുടെ ഒരംശം കാണാൻ വേണ്ടി പറ്റും. കാരണം അത് ഒരു തുടർച്ചയാണ്. സാഹിത്യത്തിൽ വന്നിട്ടുള്ള കഥകൾ, കഥാപാത്രങ്ങൾ, കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, ഭാഷാ രീതികൾ,
ഇതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കാം, ചിലപ്പോൾ പാരഡി ചെയ്യപ്പെടാം, ചിലപ്പോൾ അതൊരു പാസ്റ്റീഷ് ആയിരിക്കാം, ചിലപ്പോൾ അത് അഡാപ്റ്റ് ചെയ്യപ്പെടാം, അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ ഇൻ്റർടെക്ച്വാലിറ്റി എന്നും പറയും. അപ്പോൾ ഈ രീതിയിൽ എല്ലാ ടെക്സ്റ്റും അതിൻ്റെ പാസ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിനെ ആ ഒരു അവെയർനെസ്സിനെയാണ് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന് T.S. എലിയറ്റ് ഉദ്ദേശിക്കുന്നത്. ഇത് ഏതൊരു റൈറ്റർക്കും റീഡറിനും നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, Eliot rejects the romantic idea that poetry is a direct expression of the poet's personal emotions. This is Eliot's theory of impersonality of the poet. ഇപ്പോൾ എലിയറ്റിൻ്റെ പോയട്രിയുടെ ഇംപേഴ്സണാലിറ്റി തിയറി എന്നാണ് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ എസ്സേയെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാക്കി മാറ്റിയാൽ അതിൻ്റെ ഒന്നാമത്തെ വിഷയം ഹിസ്റ്റോറിക്കൽ സെൻസാണ്, ദ ഹിസ്റ്റോറിക്കൽ അവെയർനെസ്, റെസ്പെക്റ്റ് ഓഫ് ട്രഡീഷൻ, acknowledging the presence and influence of the tradition. That is the first topic. Second topic is theory of impersonality of poetry. അപ്പോൾ അതിലേക്കാണ് ഇവിടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ പോയട്രിയുടെ തിയറി എന്ന് പറയുന്നത് വില്യം വേർഡ്സ്വർത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ. വില്യം വേർഡ്സ്വർത്ത് ഈസ് എ റൊമാൻറ്റിക് പോയറ്റ്. അപ്പോൾ അതാണ് ഇവിടെ റൊമാൻറ്റിക് ഐഡിയ എന്ന് പറയുന്നത്. എന്താണ്? പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് റിക്കലക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. അപ്പോൾ അതാണ് വേർഡ്സ്വർത്തിൻ്റെ ഡെഫിനിഷൻ. അത് റൊമാൻറ്റിക് ഏജിലെ റൊമാൻറ്റിക് പോയറ്റ്സിൻ്റെ തന്നെ പോയട്രിയെ പറ്റിയിട്ടുള്ള ആശയമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. That poetry is a direct expression of poet's personal emotion. Spontaneous overflow of personal emotions ആണ്. അപ്പോൾ ഒരു പോയറ്റിൻ്റെ പേഴ്സണൽ ഇമോഷൻസിനെ റിക്കലക്റ്റ് ചെയ്ത് ഒരു പോയം ആക്കി പോയത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഇത് വേർഡ്സ്വർത്തിൻ്റെ കോൺസെപ്റ്റാണ്, റൊമാൻറ്റിക്സിൻ്റെ കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റിനെ റിജക്റ്റ് ചെയ്യുകയാണ്, ക്രിട്ടീക്ക് ചെയ്യുകയാണ് എലിയറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഹി ഇൻട്രൊഡ്യൂസസ് എ ന്യൂ തിയറി ഓഫ് പോയട്രി. അക്കോർഡിംഗ് ടു ഹിം, പോയട്രി ഈസ് നോട്ട് എൻ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി ബട്ട് എൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി where individual feelings are transformed into artistic form. Look at the next sentence, third one. The poet acts like a catalyst. Personal experiences are combined and reshaped into a universal artistic expression. But this is very important. According to Eliot, in the creation of poetry, poet's mind acts as a catalyst. ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. Because it provides a platform for his personal emotions and experiences to combine together and form universal artistic expressions. അപ്പോൾ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ T.S. എലിയറ്റിനെ സംബന്ധിച്ച് കവിത എന്ന് പറയുന്നത് കവിയുടെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങളുടെ എക്സ്പ്രഷൻ അല്ല, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങളെ പേനയിലൂടെ കടലാസിലേക്ക് പകർത്തുകയല്ല ഒരു കവി ചെയ്യുന്നത്. മറിച്ച് കവിയുടെ മനസ്സ് ഒരു കാറ്റലിസ്റ്റ് പോലെ പ്രവർത്തിക്കുകയാണ്. കവിയുടെ മനസ്സ് ഒരു പ്ലാറ്റ്ഫോമായി മാറുകയാണ്. എന്തിനുള്ള പ്ലാറ്റ്ഫോമാണ്? കവിയുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും വികാരങ്ങളും ഒക്കെ കവിയുടെ മനസ്സിൽ പല രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇഴചേർന്നുകൊണ്ട് കവിതയിലെ വികാരങ്ങളായി അനുഭവങ്ങളായി രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പോയട്രി
ഈസ് എൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി എന്ന് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ്. ഇത് പേഴ്സണാലിറ്റിയിൽ നിന്ന് എസ്കേപ്പാണ്. ഇപ്പോൾ കവി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അല്ല കവിതയിൽ കൊണ്ടുവരുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശേഷങ്ങളിൽ നിന്നും മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ദൂരേക്ക് താനെന്ന വ്യക്തിയിൽ നിന്നും ദൂരേക്ക് മാറി യൂണിവേഴ്സൽ ഇമോഷൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് എലിയറ്റ് പറയുന്നത്. നൗ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഡിവിജ്വൽ ഫീലിങ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ആർട്ടിസ്റ്റിക് ഫോം. ഇപ്പോൾ കവിതയിലേക്ക് വരുമ്പോൾ കവിതയിൽ കാണുന്ന ഇമോഷൻസ്, കവിതയിൽ കാണുന്ന നെറേറ്റീവ്സ്, കവിതയിൽ കാണുന്ന സിംബൽസ്, ദേ ആർ നോ ലോങ്ങർ പോയറ്റ്സ് ഇൻഡിവിജ്വൽ symbols or expressions, but they are part of the universal mind. Eliot compares the poet's mind to a chemical catalyst that helps create a new compound without becoming part of it. ഇപ്പോൾ ഒരു കെമിക്കൽ കാറ്റലിസ്റ്റ് എന്താ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അല്ല, അത് പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ സഹായിക്കുക ചെയ്യാം. പക്ഷെ അത് ആ കോമ്പൗണ്ടിൻ്റെ ഭാഗമാണോ? അല്ല. അപ്പം അതിന് മാറ്റമൊന്നും വരുന്നില്ല, അതൊരു പ്ലാറ്റ്ഫോം കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് കാറ്റലിസ്റ്റ്. അപ്പം അതുപോലെയാണ് പോയറ്റ്സ് മൈൻഡ് ഇടപെടുന്നത് എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഒരു കവിതയെ ഒരു പോയറ്റിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇമോഷൻസിൻ്റെ രേഖപ്പെടുത്തലായിട്ട് കാണുന്നത് ശരിയല്ല എന്നുള്ളതാണ് എലിയറ്റ് പറയുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന് ഒരു കവിയുടെ മനസ്സിൽ നടക്കുന്നുണ്ട് എന്നും അതിൻ്റെ സൃഷ്ടിയാണ് സാഹിത്യ രചനകളെന്നും അതിൽ കവിയുടെ വ്യക്തിപരമായിട്ടുള്ള വിശേഷങ്ങളല്ല ഉണ്ടാവുക എന്നുള്ളതും, നേരെ മറിച്ച് വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങളും അനുഭവങ്ങളുമൊക്കെ പല രൂപത്തിൽ കൂടിച്ചേർന്ന് രൂപാന്തരം പ്രാപിച്ച് ലോകമാകെയുള്ള സാഹിത്യ ബിംബങ്ങളായും രൂപങ്ങളായും ആഖ്യാനങ്ങളായും അവ രൂപാന്തരം പ്രാപിച്ച് സാഹിത്യരചനകളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുമാണ് ടി.എസ്. എലിയറ്റ് വാദിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടി.എസ്. എലിയറ്റിൻ്റെ ട്രഡീഷൻ ആൻഡ് ദി ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഉപന്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്തത്. ഒന്ന് ഹിസ്റ്റോറിക്കൽ സെൻസിനെ പറ്റിയാണ്, രണ്ടാമത്തത് തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി ഓഫ് പോയട്രി എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടും ഏറ്റവും ലളിതമായി നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാലും എളുപ്പത്തിന് വേണ്ടിയിട്ട് പരമാവധി ലളിതമായിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ടി.എസ്. എലിയറ്റിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിറ്റ്യൂർ അക്കാദമിയെ അപ്രോച്ച് ചെയ്യുക. ഞങ്ങളെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ലിറ്റ്യൂർ അക്കാദമിയുടെ റെഗുലർ കോഴ്സിൽ ടി.എസ്. എലിയറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ, ടി.എസ്. എലിയറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ലിറ്റററി ഫിഗറാണ്. സെറ്റ് എക്സാം ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ നിന്നും എസ്സേസിൽ നിന്നും പോയട്രിയിൽ നിന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടി.എസ്. എലിയറ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ അറിവുകൾ നമ്മൾ റെഗുലർ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലിറ്റ്യൂർ അക്കാദമിയുടെ റെഗുലർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുള്ള നമ്പർ ഉപയോഗിച്ച് കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.